നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ് കയറാൻ പോകുന്നത്. അത് ശരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കരിയറിനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അതായത് നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിങ് എല്ലാം ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാനും അതിനെ ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ആസ്തിയും ബാധ്യതയും എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നേക്കുന്നത്. നോക്കോളൂ. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താ പറയുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അത് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ പർപ്പസ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിലാക്കാം. പിന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാം. പിന്നെ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പോവാം. ആദ്യമേ തന്നെ ഇതിൻ്റെ മീനിങ് എന്താണ്, മീനിങ് എന്നുള്ളത് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് which is generally 1 year. These include income statement, that is trading and profit and loss account, and position statement, that is balance sheet. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാ അക്കൗണ്ടിങ് പീരീഡിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് ശരിക്കും എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് അക്കൗണ്ടിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4 എൻഡ് ചെയ്യുന്നത് 31/3 ആ പീരീഡിനാണ് നമ്മൾ സാധാരണയായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മന്ത്ലി എടുക്കാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി എടുക്കാം. പക്ഷേ ആക്ച്വലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 1 ഇയറിലേക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻകം സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും, പിന്നെ ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും. ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ലാഭനഷ്ട കണക്കുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മളുടെ എവിടെയാണ് നമ്മൾ എന്നുള്ളത് അറിയാനായിട്ട്, അതായത് നമ്മളുടെ ആസ്തി എത്രയുണ്ട്, നമുക്ക് ബാധ്യത എത്രയുണ്ട് എന്നീ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ് താഴെ പറയുന്നവയാണ്. അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് അസർട്ടൈനിങ് ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് എല്ലാ ബിസിനസ്മാന് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ബിസിനസ് നടക്കുന്നത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയേണ്ടത് എല്ലാ ബിസിനസ്മാൻ്റെയും ആവശ്യം തന്നെയാണ്. അപ്പോൾ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. Financial statements show financial position of the business concerned on a particular date, which is generally the last date of the accounting period. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എത്ര അസറ്റ്സ് ഉണ്ട്, നമുക്ക് എത്ര ബാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നത് ബാലൻസ് ഷീറ്റിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആസ്തിയും ബാധ്യതയും കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ഫിനാൻസ് ഓഫ് എ business unit, which helps the finance manager to plan the financial activities of the business and making proper utilization of the funds. അതായത് ഉള്ള ഈ പറയുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഫിനാൻസ് മാനേജർ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇനിയുള്ള ഫണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ഇതുവരെയുള്ള ഫണ്ടുകൾ പ്രോപ്പറായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്, ഇവ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇത് കമ്പയർ ചെയ്തിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്തിട്ട് മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ആൻ ഇൻഡെക്സ് ഓഫ് സോൾവൻസി ഓഫ് ദ കൺസേൺ. അതായത് ഇറ്റ് ഷോസ് financial statements also show the short term as well as long term solvency of the concern. This helps the business enterprise in borrowing money from bank and other financial institutions and buying goods on credit. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും
എന്നുള്ള സംഭവത്തിൻ്റെ വ്യത്യാസമാണ് മിക്കപ്പോഴും തിയറി ആയിട്ട് ചോദിക്കുന്നതാണ്. അത് ഈ ഫോർമാറ്റ് അതേപോലെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. ഡിഫറൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് അസറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ചിലവാക്കുന്ന തുകയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റേ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഏർണിംഗ് കപ്പാസിറ്റി. ഇറ്റ് ഇൻക്രീസസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. Earning capacity, capital expenditure, capital capital expenditure ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റേ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്. അതായത് ആ ഏർണിംഗ് കപ്പാസിറ്റി, അതായത് ഉള്ള ഏർണിംഗ് കപ്പാസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് സഹായമാവുന്നത്. ഇനി പീരിയോഡിസിറ്റി എന്നുള്ളത് ഇതിൻ്റെ മേജർ ബെനിഫിറ്റ് എന്നുള്ളത് മറ്റേ എന്താ പറയുക, നമുക്ക് ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് വേണ്ടിയിട്ടല്ല. ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആർ സ്പ്രെഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് ഒന്നിലധികം വർഷങ്ങൾക്ക് വേണ്ടി യൂസ്ഫുൾ ആണത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് വർഷമുള്ളതാണ്. അതായത് ഇറ്റ് ബെനിഫിറ്റ്സ് അക്രൂ ഓൺലി ഇൻ 1 അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിലെ അത് മറ്റേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അടുത്തത് പ്ലേസ്മെന്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ബാലൻസ് ഷീറ്റിലും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ് കാണിക്കുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതൊരു നോൺ റെക്കറിംഗ് ആണ്, അതായത് എപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് എപ്പോഴും വരുന്ന എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഈ എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ചെയ്തേക്കുന്ന പോലെ തന്നെ റിസീപ്റ്റ്സും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ റിസീപ്റ്റ്സും റവന്യൂ റിസീപ്റ്റ്സും. അതായത് റിസീപ്റ്റ്സ് ദാറ്റ് ഡു നോട്ട് അറൈസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുന്നത്. അതായത് അസറ്റ് വിറ്റ് പൈസ എടുക്കുന്ന ഒരു പരിപാടി അതാണ്. അതായത് നോർമൽ കോഴ്സിൽ ഈ പറഞ്ഞ സംഭവം വരില്ല, ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരില്ല. റവന്യൂ റെസിപ്റ്റ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. റെസിപ്റ്റ്സ് ദാറ്റ് അറൈസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ നേച്ചർ എന്നുള്ളത് ദീസ് ആർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ആൻഡ് ഹെൻസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് ഐറ്റംസ് ഓഫ് ഇൻകം ഓഫ് ദ ബിസിനസ്. അതായത് നമ്മളുടെ ഇൻകത്തിൽ അതൊരിക്കലും കാണിക്കില്ല ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നുള്ളത്. റവന്യൂ റെസിപ്റ്റ് നമ്മളുടെ ഇൻകത്തിൽ കാണിക്കുന്നതാണ്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ ഒക്കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ റെക്കറിംഗ് നേച്ചർ ആയിരിക്കും. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ റെക്കറിംഗ് നേച്ചർ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ്. അതായത് നേരത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അറിയാനും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. നമ്മളുടെ അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ചെയ്യുക, പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൽ നിന്ന് മറ്റേ ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൽ നിന്ന് നെറ്റ് സെയിൽസ് മൈനസ് ചെയ്യുക എന്നിങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും, അതിലൂടെ നമുക്ക് നോക്കി മനസ്സിലാക്കി അറിയാം. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ്, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.